ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനിത ജോയ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ, നല്ല ഇടതൂർന്ന മുടി. അപ്പോൾ മുടിയുടെ ഉള്ളു കുറവാണ്, മുടി കുറവാണ് എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെയും അതായത് ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്, കണ്ടില്ലേ. അപ്പോൾ നല്ല ഉള്ളും ഉള്ള മുടി നമുക്ക് സ്വന്തമാക്കാം. നല്ല കറുപ്പോടും നല്ല തിക്നെസ്സോടും അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള മുടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് നമ്മൾ പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ. നമ്മൾ കഞ്ഞിവെള്ളം മുടിക്ക് വെറുതെ മുടിയിലൊഴിച്ച് കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറേ സംഭവങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇരട്ടി ഗുണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം നല്ല കട്ടി കഞ്ഞിവെള്ളമാണ്. പുറത്തുള്ളത് കളഞ്ഞിട്ട് അടിയിലോട്ട് വരുന്ന കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ അതിൻ്റെ കൂടെ 2 തണ്ട് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പേരേൻ്റെ ഇലയാണ് കേട്ടോ. പേര ഇലയാണ്. നമ്മൾ ഈ തളിരില വരത്തില്ലേ, തളിരിലയുടെ കുറച്ച് മുകളിലോട്ടുള്ള ഇലയാണ് ആവശ്യം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഉള്ളതെല്ലാം കുറച്ച് പുഴുക്കോറ പിടിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ തളിരില ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തളിരിൻ്റെ കുറച്ച് തളിരിന് തൊട്ട് മുൻപത്തെ ഇലയാണ് നല്ലത് കേട്ടോ. ചെറിയൊരു പച്ചപ്പും അങ്ങനെ ചെറുതായി ഒന്ന് മുറ്റി വരുന്ന ഒരു ഇലയുണ്ടല്ലോ, അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ഞാൻ തളിരിട്ടിട്ടുണ്ട്. ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് മുടി വളർച്ച എപ്പോഴും നല്ലതുപോലെ നിലനിർത്താൻ പറ്റിയ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഉലുവ. ഇത് നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ. തേയിലപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തേയിലപ്പൊടി വെറുതെ നമ്മളിങ്ങനെ തേയില തിളപ്പിച്ചിട്ട് തലമുടി കഴുകുന്നത് നല്ലതാണ് കേട്ടോ. മുടി നല്ല കറുപ്പോടും നല്ല കട്ടിക്കൊക്കെ വളരാൻ സഹായിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉലുവ നമ്മൾ ആടയാക്കി കൊടുക്കണം കേട്ടോ. ഉലുവ ഇട്ടത് മിസ്സായിപ്പോയി കേട്ടോ, വീഡിയോ മിസ്സായിപ്പോയേ. അപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മൾ ഓവർ നൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കണ്ടില്ലേ, അതേ ഉലുവ കണ്ടില്ലേ, ഒരു 1.5 സ്പൂണ് ഉലുവ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളത്തിനനുസരിച്ച്. അപ്പോൾ വൈകുന്നേരം എടുത്ത് വെച്ച വെള്ളമാണ് പിറ്റേന്ന് ആണ് എടുക്കുന്നത്. എന്നിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ സത്തൊക്കെ ഇതിൻ്റെ എല്ലാ അംശങ്ങളും ഇതിനകത്ത് ഇറങ്ങിയിരിപ്പുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ച് നല്ലതുപോലെ വറ്റിക്കണമെങ്കിൽ കുറേ സമയം ഇച്ചിരി തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ സത്തെല്ലാം അതിൽ നന്നായിട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് പിന്നെ പേരേൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെമ്പരത്തി ഇല ഉണ്ടല്ലോ, ചെമ്പരത്തി താളി, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം നമ്മൾ തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, സവാളയുടെ നീര് കൂടി വേണമെങ്കിൽ ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ലത് തന്നെയാണ്. മുടി വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്ന ഒരു ലുക്കുണ്ട് കാണാനായിട്ട്. അപ്പോൾ പേരയിലയൊക്കെ നമ്മൾ വെറുതെ അരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് തലയിലേക്ക് തേക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിനി ഒരു അരിപ്പ വെച്ചിത് അരിച്ചു മാറ്റിയെടുക്കാം. അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നല്ലതുപോലെ തണുക്കണം കേട്ടോ. തലയിൽ നമ്മൾ ഒരിക്കലും ചൂടോടുകൂടി ഇതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് അരിച്ചു മാറ്റിയെടുത്ത് വെക്കാം. അരിക്കണ സമയത്ത് നമ്മൾ കൈ കൊണ്ട് പറ്റുവാണെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ എല്ലാം ഇങ്ങനെ പിഴിഞ്ഞ് ഇട്ടുകൊടുക്കുക കേട്ടോ. കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവേൻ്റെയും അതുപോലെ നമ്മുടെ പേരയിലയുടേതും എല്ലാ സത്തും അതിനകത്ത് നല്ലതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഉലുവ നമുക്ക് പാക്കായിട്ട് അരച്ചും തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അരച്ചൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വാഷ് ഔട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ചൊക്കെ എടുക്കുന്നത്. കഞ്ഞിവെള്ളം വെറുതെ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം ഉലുവയായിട്ട് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ മോളുടെ തലയിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് കേട്ടോ മോള്. കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മോളുടെ തലയിൽ ഇങ്ങനെ ഇത് തേക്കണത് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിലെടുത്ത് അല്പം മുടിയിലെല്ലായിടത്തുമായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തും കൊടുക്കാം, എല്ലായിടത്തും ആക്കി കൊടുക്കാം. മോൾക്ക് മുടിയുടെ അറ്റം ഒന്ന് ട്രിമ്മെയർ ആയിട്ടുണ്ട്.
എൻ്റെ കട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്കിന് ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ മുടി വേണം ഹെയർ കെട്ടാനായിട്ട്, അതുകൊണ്ടാണ് കട്ടാക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മുടിയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. ഇനി എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ, നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയൊക്കെ വളർത്തുന്നത് മോക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് അവളിങ്ങനെ ഇരുന്ന് തരുന്നത്. അപ്പോൾ എല്ലായിടവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തലയിൽ തയ്ക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. സ്വയമായിട്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് തലയിൽ അപ്ലൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു മക്കൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ആയാലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. ആണുങ്ങൾക്ക് ഉപയോഗിക്കാവേ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഐറ്റംസ് കൊണ്ട് നമുക്ക് മുടിയൊക്കെ നല്ലതുപോലെ വളരുവാണെങ്കിൽ പിന്നെ എന്താ അല്ലേ, നമുക്ക് ട്രൈ ആക്കി കൂടെ. അപ്പോൾ ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. മുടിയൊക്കെ നല്ല കറുപ്പായിട്ട് നല്ല തിക്നെസ് ആയിട്ടും ഒക്കെ നല്ല നീളത്തിലൊക്കെ വളർന്നു വരും കേട്ടോ. നല്ലതാണ് ഇതൊക്കെ, മുടിക്ക് നല്ലൊരു തണുപ്പും കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലായിടവും മോക്ക് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഹെഡൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുടിയുടെ തലയോട്ടി മുതൽ മുടിയുടെ എൻഡ് വരെ നമ്മൾ എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ. ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് വെച്ചിരിക്കാം. ചെറിയ നീർക്കെട്ടിൻ്റെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരുപാട് സമയമൊന്നും തലയിൽ വെച്ചേക്കണ്ട, ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് കുളിക്കുക കേട്ടോ. കുളിക്കുമ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.